Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പം എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. വിഷു വരികയാണ്. പിന്നെ മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെ നമുക്ക് മാങ്ങ ചക്ക ഒക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പം എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകാം. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കണ്ടല്ലോ, മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാർച്ച് മെയ് സമയത്താണ് നമുക്ക് മാങ്ങ ചക്ക ഒക്കെ കിട്ടുന്നത്. അപ്പം കുഞ്ഞു കുഞ്ഞു മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെങ്കിൽ ശരിക്കുള്ള ട്രഡീഷണൽ റെസിപ്പിക്ക് നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ മാങ്ങകൾ വേണം കേട്ടോ. അപ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട് കണ്ടോ, ചിലതെല്ലാം കളർ മാറിയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഞാൻ അത്ര മാങ്ങയുടെ വലിയ ഫാൻ അല്ലെങ്കിലും എനിക്ക് ഒരുപാട് പേര് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് അറിയാം. അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ വിഷു റെസിപ്പി സ്പെഷ്യലാണ് ഈ ഒരു പുളിശ്ശേരി. അപ്പോൾ നമ്മൾ സദ്യ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ തൊലി ഈസി ആയിട്ട് കൈകൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള മാങ്ങയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയട്ടെ. കണ്ടോ, ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ പീൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മാങ്ങ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും, നല്ലതാണ്. എന്താ മണം അറിയോ? ഞാൻ മാങ്ങയുടെ വലിയ ഫാൻ അല്ല, പക്ഷെ എന്നാലും നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം അടർത്തി എടുക്കട്ടെ. ഞാനിപ്പോൾ 4 മാങ്ങ എടുക്കുന്നുള്ളൂ. ഇത് തന്നെ ഇപ്പോൾ കറി ബാക്കി ചിലപ്പോൾ വരും, കാരണം ഹരി മാത്രമേ ഈ കറി കഴിക്കുള്ളൂ, മാങ്ങയുടെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട്. സോ ഇപ്പം ഞാൻ ഇത് മുഴുവൻ തൊലി കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മാമ്പഴത്തിൽ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/4 കപ്പോളം. നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നിർബന്ധമില്ല കേട്ടോ, സാധാരണ മുളക് പൊടി ഇടാറില്ല. ഞാൻ ജസ്റ്റ് ഒരു കളറ് വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 10 പച്ചമുളകോളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് ചുരുക്കാം കേട്ടോ. ഞാൻ 10 ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്, ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. ഞാൻ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഒന്ന് ആവട്ടെ. അപ്പോൾ നമ്മൾ മാങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള, അല്ലെങ്കിൽ ഒരു 2-3 നുള്ള, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരയണം കേട്ടോ. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അരച്ചാൽ മതി, ഒരുപാട് വെള്ളം വേണ്ട. നമുക്ക് കുറച്ച് തിക്ക് പേസ്റ്റായിട്ട്, പക്ഷെ നന്നായി അരയണം. അതുമാതിരി നമുക്ക് എടുക്കാം. അപ്പം ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല മഷി മാതിരിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളം വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് മാങ്ങ എന്തായെന്നുള്ളത് നോക്കാം. അപ്പം മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. മാങ്ങയല്ലേ പെട്ടെന്ന് തന്നെ വെന്തോളും.
ഉണ്ടോ വെള്ളം ഏകദേശം എന്താ വറ്റി കുറച്ചേ ഉള്ളൂ. അടിയിൽ ഒരു ടേബിൾ സ്പൂൺ എങ്ങാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. വെച്ചത് അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ തൈരാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അത്രയും 1/2 ലിറ്റർ തൈര് കറക്റ്റായിരിക്കും. ഇനി ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. കാരണം എന്താ മേലേക്ക് മെല്ലെ തെറിക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഇതിലേക്ക് തൈര് ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് 2-3 പൾസിലിട്ടിട്ട് 2 കറക്കം കറക്കി ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മെയിനായിട്ടൊരു കാര്യമുണ്ട്, നമ്മൾ ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് അടുപ്പ് കത്തിച്ചിട്ടൊന്ന് ചൂടാക്കണം. അതൊന്ന് നമുക്ക് ചെയ്യാം കേട്ടോ. കാരണം തണുത്ത തൈരല്ലേ നമ്മൾ ഒഴിച്ചത്. അപ്പം ഒന്ന് ആവി വരുന്നവരെ ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്ന സംഭവം. നമ്മൾ കടുക് വറുക്കുന്നതിലാണ്. അപ്പം കടുക് വറുക്കാനുള്ള പരിപാടിയും തുടങ്ങണം. അപ്പം ഞാൻ വീണ്ടും അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒന്ന് ചൂടാണ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ആവി വരുന്ന കാണുന്നുണ്ടോ എനിക്കറിയില്ല. ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടില്ല, ജസ്റ്റ് ചൂടായിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഈ പാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് കടുക് തളിക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്. കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നെയ്യാണ്. ഇതാണ് അതിൻ്റെ ഫ്ലേവർ തരുന്ന സംഭവം. നെയ്യൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളകും കുറച്ച് ഉലുവയും കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കടുക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു നുള്ള ഉലുവ, അതുമാതിരി വറ്റൽമുളക്. തീ ഓഫ് ചെയ്യാണ്. ഇനി കറിവേപ്പില, ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് എന്താ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഫ്ലേവർ ഒന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇളക്കിയിട്ട് ഞാൻ സെർവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഇനിയൊന്നും പറയാനില്ല. കുറച്ച് ചോറെടുക്കുക, വിളമ്പുക, കഴിക്കുക, ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക മാമ്പഴ പുളിശ്ശേരിയാണ്. ഉപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.